ഗൈസ്, എല്ലാവർക്കും ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹായ്. യെസ്, എങ്ങനെയുണ്ട് നമ്മളെ പുതിയ സെറ്റപ്പ് എന്ന് പറയുന്നില്ല, ഒരു ടെമ്പററി ഒരു തട്ടിക്കൂട്ട് താൽക്കാലികമായിട്ടുള്ള നമ്മുടെ പോഡ്കാസ്റ്റ് സെറ്റപ്പ് ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് എക്കോ ഒക്കെ കേൾക്കും. നമ്മൾ എക്കോ പ്രൂഫ് ഒക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ, അല്ലെ ആക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതെ അതെ. പുറത്ത് നല്ല മഴ, പുറത്ത് വെച്ചെടുക്കാന്ന് വിചാരിച്ചപ്പം അപ്രതീക്ഷിതമായിട്ടൊരു മഴ ന്യൂനമർദ്ദം വന്നു. അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ബാൽക്കണി നോക്കി, അവിടെ മഴ. അങ്ങനെ നമ്മൾ റൂമിനകത്ത് കയറി എക്കോ ഒക്കെ കേൾക്കും. സഹിക്കുക, സഹകരിക്കുക. സഹിക്കുക എന്നൊക്കെ പറയുന്നത് കുഴപ്പമൊന്നുമില്ല. ചില വാക്കുകൾ കയ്യിൽ നിന്ന് പോകും. സഹിക്കുക വർത്താനം. അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയാണ്? ഇന്ന് നമ്മളിവിടെ ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്കും നമ്മള് യാദർശ്ചികമായി ഉണ്ണി ബ്ലോഗ്സിന്റെ ഒരു സംഭവം കണ്ട. ഉണ്ണി ബ്ലോഗ്സിന്റെ സംഭവമല്ല, ഉണ്ണി ബ്ലോഗ്സിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ പുള്ളി വെറും വർഷയും പിന്നെ ധന്യ വർമ്മയും കൂടെ ഉള്ള ഒരു ഇന്റർവ്യൂവിന്റെ ഒരു സംഭവം. അപ്പൊ അതില് പെണ്ണ് കാണൽ നടന്ന ഒരു എപ്പിസോഡാണ് നമ്മുടെ ഉണ്ണി വ്ളോഗ്സ് റോസ്റ്റ് ചെയ്തത്. അപ്പൊ അതിനെ ഒന്ന് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, ആ സംഭവം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറും വർഷയ്ക്ക് വീട്ടിൽ ഇങ്ങനെ കല്യാണമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ജർമ്മനിയിൽ നിന്ന് ഒരു പയ്യൻ ഇവിടെ ആലോചനയായിട്ട് വന്നു. അപ്പൊ വീട്ടുകാർക്കൊക്കെ അത് ഓക്കെ ആയിരുന്നു. അങ്ങനെ പെണ്ണ് കാണാനായിട്ട് ചെറുക്കൻ വന്നു കഴിഞ്ഞിട്ട് ഇവർ സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്തോ പുള്ളിക്കാരന്റെ ഒരു പ്രിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇന്റലിജന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് നോക്കുന്നത്. അപ്പോൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പുള്ളിക്കാരൻ എന്തോ ഇന്റലിജന്റ് ഗെയിം എടുത്ത് രണ്ടുപേരൂടെ കളിച്ചപ്പോ അതില് ഈ പറഞ്ഞ കണക്ക് ഈ വെറും വർഷയ്ക്ക് അത്ര സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ആ പുള്ളിക്കാരൻ തോറ്റുപോയി. അപ്പോ പുള്ളിക്കാരൻ ഈ മാരേജിനെ ക്യാൻസൽ ചെയ്തു. അപ്പോ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ധന്യവർമ്മ കൊടുത്ത റിയാക്ഷനെയാണ് പുള്ളിക്കാരൻ ഇത് പറഞ്ഞത്. ധന്യവർമ്മയുടെ ഇന്റർവ്യൂലാണ്. അപ്പോൾ ഈ പർട്ടിക്കുലർ പോയിന്റ് പറഞ്ഞപ്പോ ധന്യവർമ്മ ഇറ്റ്സ് നോട്ട് ഓക്കെ എന്ന് പറഞ്ഞു. അതാണ് പുള്ളിക്കാരൻ ഒരു വീഡിയോ ആയിട്ട് ഉണ്ണി വ്ളോഗ്സ് അത് റിയാക്ട് ചെയ്തും റോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമായിട്ട് ഇട്ടിരിക്കണം. ഇത് മറ്റേ സീതാ സ്വയംവരം സെറ്റപ്പ് പോലെയൊക്കെ ഒരു ഗെയിം കളിപ്പിച്ച് സെറ്റപ്പ് പോലെ അത്. അപ്പൊ ഇത് ഓക്കെ ആണോ ഈ ഒരു നമ്മളെ ഇന്റലിജന്റ് ഇങ്ങനെ നോക്കുന്നത്? ഈ ഗെയിം കളിപ്പിച്ച് എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. കാര്യം ഇന്റലിജൻസ് ചെക്ക് ചെയ്യാൻ ഗെയിം കളിക്കണമെന്ന് ഇല്ലല്ലോ. പ്രിഫറൻസ് ഒരു റോങ് അല്ലല്ലോ. റോങ് അല്ല. ഹൈ ഇന്റലിജന്റും വൊക്കാബുലറിയും ഗ്രാമറും പറയുന്നുണ്ട് പുള്ളിക്കാരി. അതും കൂടെ ടെസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഈ അറേഞ്ച്ഡ് മാരേജില് ഇപ്പം ആൾക്കാര് ജോലിയുടെ പ്രിഫറൻസസ് ഒക്കെ നോക്കാറുണ്ട്. ഇപ്പൊ എനിക്ക് ഇന്ന സർക്കാർ ജോലിക്കാരനായിരിക്കണം അല്ലെങ്കിൽ മറ്റേ ജോലിക്കാരനായിരിക്കണം എന്നൊക്കെ പ്രിഫറൻസ് നോക്കാറുണ്ട്. അപ്പൊ അതുപോലെ ഒരു സാധനമല്ലേ ഈ ഹൈലി ഇന്റലിജന്റ് ആയിരിക്കണം എന്നുള്ള ഒരു പ്രിഫറൻസ്. അപ്പൊ അത് നോക്കുന്നത് പ്രശ്നമാണോ? എനിക്ക് തോന്നുന്നു ആ പുള്ളിക്കാരെ യൂസ് ചെയ്ത ഒരു മെത്തേഡ് ആയിരിക്കും ഒരു പ്രശ്നവും തോന്നുന്നു. അങ്ങനെ അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ ഗെയിം കളിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു സാധനമാണോ എന്ന് ഉദ്ദേശിച്ചായിരിക്കും ചിലപ്പോ പറഞ്ഞത്. അറിയാൻ പറ്റൂല. എനിക്ക് ആ റീല് കണ്ടപ്പോ ഫസ്റ്റ് എന്റെ മൈൻഡില് തോന്നിയത് പുള്ളിക്കാരി പറഞ്ഞ പോലെ നോട്ട് ഓക്കെ എന്നുള്ള രീതിയാണ് എനിക്ക് വന്നത്. അത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതെനിക്ക് തോന്നുന്നു ചിലപ്പോ ആ അപ്രോച്ച് കൊണ്ടായിരിക്കും. കാര്യം ഈ ഇപ്പൊ ഇന്റലിജന്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഗെയിം കളിപ്പിച്ച് അപ്രോച്ച് ആയിരിക്കണം. കാരണം ഐക്യവും വൊക്കാബുലറിയും ഗ്രാമറും എന്നാണ് പറഞ്ഞ ടെസ്റ്റ്. അത് അത്രയും അങ്ങനെ ഒരു ടെസ്റ്റ് പോലത്തെ ഒരു പെൺകുട്ടി ആദ്യം കാണുമ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ ആ ആള് അത്രയും നേർഡായിരിക്കണ്ടേ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ വൊക്കാബുലറിയും ഗ്രാമറും ഒക്കെ വേണമെങ്കിൽ ഒരു കോൺവെർസേഷൻ സംസാരിക്കുമ്പോഴും ഒരു 2 ദിവസം ആഴ്ച ആകുമ്പോൾ വൊക്കാബുലറി ഒക്കെ കിട്ടൂലേ. അതൊക്കെ നമുക്ക് വൊക്കാബുലറി മനസ്സിലാവും പെട്ടെന്ന്. എന്നാലും സംസാരിക്കുമ്പോ ആക്സെന്റും വൊക്കാബുലറിയും ഗ്രാമറൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഇപ്പൊ 2 ദിവസത്തേക്ക് ഇംഗ്ലീഷ് മാത്രം 3 ദിവസത്തേക്ക് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാന്ന് പറയണം. അല്ല, ഒരു ടെസ്റ്റ് വെച്ചത് മോശം, റോങ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ടെസ്റ്റ് ഇപ്പം എന്റെ അടുത്താണ് ഇപ്പം ഒരു പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ ഹൈലി ഇന്റലിജന്റ് ആയിരിക്കണം എന്നുള്ളതിന് ഒരു ടെസ്റ്റ് എനിക്ക് ആദ്യമേ ഈ ഡൗൺലോഡ് ചെയ്യാൻ അപ്പോഴേ തന്നെ നമുക്കൊരു റിജക്ട് എന്നുള്ളൊരു സാധനം തന്നെ ആയിരിക്കും നമ്മുടെ മനസ്സിലും വരണം. കാര്യം ഇപ്പൊ ഇങ്ങനെ
സൂക്ഷ്മമായി നോക്കുന്നെങ്കിൽ നമുക്കതില് അങ്ങനത്തെ ഒരാളുമായിട്ട് നമുക്ക് സഹകരിച്ചു പോകാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ അതിനു മുമ്പ് പറയുന്നുണ്ട് നമ്മുടെ പൃഥ്വിരാജ്. പക്ഷെ അങ്ങനെ ചോദിക്കുന്നതില് ഇപ്പം അങ്ങനെ ഒരാള് ഒരു പ്രിഫറൻസ് വയ്ക്കുന്നതോ അല്ലെങ്കിൽ അയാളുടെ അപ്രോച്ച് ഇപ്പൊ അങ്ങനെ ആയിരിക്കും. ഇങ്ങനെ ഇന്റലിജൻസ് ഞാനിപ്പോ ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് അങ്ങനെ ചെയ്യുള്ളൂ, അത് അയാളെ ഇഷ്ടമാണ്. ഇനിയിപ്പോ നമുക്കിനി ഇത് റോങ് ആണ് ഇതാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാന്? അത് പെണ്ണ് കിട്ടൂലായിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഈ പ്രിഫറൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഒരു സാധനം. പക്ഷെ ഈ യൂസ് ചെയ്ത മെത്തേഡിന്റെ കാര്യത്തിലാണ് ഒരു സംശയം ഉള്ളത്. പക്ഷെ അപ്രോച്ച് ശരിയല്ല. മെത്തേഡ് എനിക്കും മോശമായിട്ട് തന്നെ തോന്നണം. എന്ന് വെച്ചാൽ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത് എന്റെ അടുത്ത്, ഇപ്പൊ നീ പറഞ്ഞില്ലേ, എന്റെ അടുത്താണെങ്കിലും ഒരാൾ ഇങ്ങനെ ടെസ്റ്റ് എഴുതണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് ഭയങ്കര സെൽഫ് റെസ്പെക്ട് പോകും പോലെ തോന്നും. നമ്മ അങ്ങനെയാണെങ്കിൽ ഇതിനൊരു മറ്റേ പരീക്ഷ പോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഇട്ട് ഒരു എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ എഴുതി അത് ജയിച്ചാല് ആവുമ്പോലെ അതൊരു അങ്ങനെ ഒരു സാധനം ആയി പോകില്ലേ. സംഭവം എന്ന് പറഞ്ഞാൽ ഡേറ്റ് ചെയ്യുക. ഇപ്പൊ പെണ്ണ് കാണലായാലും അറേഞ്ച്ഡ് മാരേജ് ആയാലും ഡേറ്റ് ചെയ്യുക. അപ്പോഴും നമുക്ക് ഒരു ബേസിക് കുറച്ച് നാള് ഡേറ്റ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് ഐക്യു എത്ര ഉണ്ടെന്നൊക്കെ അറിയാവും. പിന്നെ ഈ ഇന്റലിജന്റ് മാത്രമല്ലല്ലോ, ഒരു കോമ്പാക്ടിബിലിറ്റി സാധനം കൂടെ വരണ്ടേ. അപ്പം ഈ ഇത് മാത്രം നോക്കി ചെയ്യാൻ പറ്റൂലല്ലോ. ചിലപ്പോ പുള്ളിക്കാരൻ ഇതുണ്ടെങ്കിൽ ഓക്കെ പ്രൊസീഡ് ചെയ്ത് ഡേറ്റിന് പോവാം എന്നുള്ള ഒരു മൈൻഡ് ആയിരിക്കാം. രണ്ട് സൈഡ് നോക്കണമല്ലോ നമ്മള്. ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ജനറൽ ഇന്റലിജൻസ് എന്നുള്ളൊരു സാധനം നമുക്ക് ഇപ്പം അങ്ങനെ പറയാറില്ല. ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് ഇന്റലിജൻസ്. അത് പ്രാക്ടിക്കൽ ആയിരിക്കും കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അവർക്ക് മ്യൂസിക് ആയിരിക്കും ഹൈലി ഇന്റലിജന്റ്. അത് നമുക്ക് പറയാൻ പറ്റില്ല ഏതാണ് ഇന്റലിജൻസ് എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ പുള്ളിയുടെ പ്രിഫറൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ കാര്യമില്ല. കാര്യം ആ പുള്ളിക്കാരി ആ സംഭവം അവരുടെ ക്ലിപ്പില് എന്തോ ഇന്റലിജന്റ് ആയിരിക്കണമെന്ന് പറയുമ്പോഴേ മറ്റേ പുള്ളിക്കാരി ഒരു റോങ് അടിക്കണമുണ്ട്. അത് ശരിയല്ലല്ലോ. അത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പെണ്ണിനെയാണ് വേണ്ടത്. അത് ഓക്കെയാണ്. പക്ഷേ അതിനു വേണ്ടി മറ്റേ ടെസ്റ്റ് എഴുതണം, മറ്റേ ഇത് ഗെയിം കളിച്ചാൽ അത് ജയിച്ചാലേ സിനിമയൊക്കെ പോലെ അത് ജയിച്ചാലേ അതിലോട്ട് പോകണം എന്നൊക്കെ പറയുന്നത് അത് നോട്ട് ഓക്കെ ആയിട്ട് തന്നെ എനിക്ക് തോന്നണം. പിന്നെ എനിക്ക് തോന്നുന്നു കമന്റ്സിലൊക്കെ പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ടല്ലേ. ഈ പറയുന്ന കണക്ക് പുള്ളിക്കാരൻ ഇങ്ങനെ ആണുങ്ങൾക്കും റിജക്ട് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ കുറെ കമന്റ്സുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അല്ല, അതൊരു സംഭവം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് എപ്പോഴും ഈ പെൺകുട്ടികളാണല്ലോ മിക്കപ്പോഴും ഈ റിജക്ഷൻ എന്ന് പറയുന്ന എപ്പോഴും ആണുങ്ങൾ എപ്പോഴും റിജക്ഷൻ സ്വീകരിക്കുന്നത് പെൺകുട്ടികളെ റിജക്ട് ചെയ്യുന്നതും എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുള്ളതല്ല, ഒരുപാട് അങ്ങനെയാണ്. ഭൂരിഭാഗം ഒരു 80-20 പോലെ ഉള്ളു. അത്രയും പെർസെന്റേജ് പ്രപ്പോസ് ചെയ്യുന്നതാണെങ്കിലും ആൺകുട്ടികളാണല്ലോ പ്രപ്പോസ് ചെയ്യുന്നത്, റിജക്ട് ചെയ്യുന്നത് പെൺകുട്ടികളല്ലേ. കൂടുതൽ ഇപ്പം അനിമൽ ഇപ്പം ബാക്കിയുള്ള ജീവജാലങ്ങളിൽ നോക്കുകയാണെങ്കിൽ ആണുങ്ങളാണല്ലോ അപ്രോച്ച് ചെയ്യണത്. ഈ പ്രത്യുൽപാദനത്തിന്റെ ആണുങ്ങൾ എന്തൊക്കെ ഇത് ചെയ്യണം ഒരു ഇണയെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി. മയിലാണെങ്കിൽ മറ്റേ ഇതൊക്കെ വിടർത്തിയെന്ന് ഡാൻസ് ഒക്കെ കളിച്ചൊക്കെയാണ് അട്രാക്ട് ചെയ്യുന്നത്. ക്ലീനത ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെ ക്ലീൻ ചെയ്യുക. മറ്റേ എല്ലാം കൂടുണ്ടാക്കണം. അല്ല, ഇപ്പൊ ഇതൊരു ഏരിയ, അവിടെ ഫുള്ള് ഉള്ള ഇതെല്ലാം പാർക്കി കളഞ്ഞ് അവിടെ ഫുള്ള് ക്ലീൻ ആക്കും, എല്ലാം ക്ലീൻ ആക്കും. ആ തറ ഫുള്ള് ക്ലീൻ ആക്കും. എന്നിട്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ച് ഡിസൈൻ ഒക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് ഡാൻസ് കളിച്ച് അങ്ങനെയൊക്കെയാണ് അട്രാക്ട് ചെയ്യുന്നത്. ആ ഒരു സമയത്താണ് ഈ ആപ്പും കൊണ്ട് ഇങ്ങനെ വരുന്നത്. ഇപ്പൊ ആനിമൽ കിങ്ഡം ആയാലും ഇപ്പം മനുഷ്യന്മാരുടെ ഇതിലായാലും ഒരു സ്ത്രീകളാണ് എപ്പോഴും റിജക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വയ്ക്കുന്നു. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഒരു സാധനം വന്നതുകൊണ്ടായിരിക്കും ചിലപ്പോ കമന്റ്സിലൊക്കെ എന്നുവെച്ചാൽ ഒരു നേച്ചർ, പഴയ ഒരു നേച്ചറിന്റെ ഒരു നിയമമാണെങ്കിൽ പെണ്ണുങ്ങളല്ലേ ചൂസ് ചെയ്യാറുള്ളത്. അവരാണ് ചൂസ് ചെയ്യേണ്ടത്. നമുക്ക് അത്ര ഒരു ഡിമാൻഡ് ഉള്ള ആൾക്കാരല്ലല്ലോ ആണുങ്ങൾക്ക്, അല്ലേ? കുറവാണ്, വളരെ കുറവാണ്. മനുഷ്യരുടെ കേസിൽ എനിക്ക് ഡിമാൻഡ് ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും നേച്ചറിന്റെ ഒരു ഇതുണ്ടല്ലോ, അതില് കുറവാണ്. കുറവല്ലേ? നേച്ചറിന്റെ ഡിഫറൻസ് ആണ്. കാര്യം ഈ കാട്ടിലൊക്കെ ആണെങ്കിൽ ഹണ്ടിങ് സ്കിൽ ആരോഗ്യം എന്ന് പറയുന്ന ഒരു സാധനം ഇമ്പോർട്ടൻസ് ആണ്. കാര്യം നമ്മുടെ ഇവിടെ ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും.
ഇപ്പം ഈ മൃഗങ്ങളുടെ ഇടയിലാണെങ്കിൽ ഈ പ്രത്യുൽപാദനം എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു സർവൈവബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം തന്നെ വേണം. അപ്പൊ അത് നോക്കിയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. നോക്കിയിട്ട് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ മനുഷ്യരുടെ കേസിൽ വരുമ്പോൾ ഇത് തന്നെയാണ്, പെണ്ണുങ്ങൾ തന്നെയാണ് അവര് ചൂസ് ചെയ്യുന്നത്. അത് നമ്മൾ എത്ര ഇതാവും അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു പഴയ മനുഷ്യരുടെ കേസിൽ ഹെൽത്ത് സ്റ്റോക്ക് ഇത്രയും വളർന്ന സ്ഥിതിക്ക് നമ്മൾ ഒരുപാട് പുരോഗമിച്ചല്ലോ. അതിന് മുമ്പുള്ള കാര്യത്തിൽ ഈ മൈത്രേനൊക്കെ പറയണ കേട്ടിട്ടില്ലേ? അതേപോലെയാണ് സംഭവങ്ങളുടെ ഒരു ഇത്. ആദിമ മനുഷ്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ചൂസ് ചെയ്യുന്നത് പെണ്ണുങ്ങളല്ലേ, പെണ്ണുങ്ങളാണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഹണ്ടിങ് സ്കിൽസും പിന്നെ മസ്കുലർ ആയിട്ടിരിക്കണം, ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ശേഷിയുള്ള നല്ല ആരോഗ്യമായിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കണം, അങ്ങനെയുള്ള സാധനങ്ങൾ ചൂസ് ചെയ്ത് വന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് പറയുന്നത്. മാറിയ സാഹചര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഇത് പുരോഗമിച്ചില്ലേ. ഇപ്പൊ AI വരെ എത്തി നിൽക്കുകയല്ലേ, അത്രയും സാങ്കേതിക വിദ്യ അങ്ങും സ്കൈ റോക്കറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയില്ല. അപ്പോഴ ആ ഒരു സാഹചര്യത്തിലെ കാര്യമാണ് ഉള്ളത്. അത്രയും മെഡിസിൻ അത്രയും മോഡേൺ മെഡിസിൻ അത്രയും പുരോഗമിച്ച് നമ്മുടെ ലൈഫ് ഇപ്പൊ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം മാത്രമല്ലല്ലോ മുന്നോട്ട്. അല്ലെങ്കിൽ നമ്മളെ ഇപ്പൊ ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് റീപ്രൊഡക്ഷൻ എന്നുള്ള ഒരു സാധനം മാത്രമല്ലല്ലോ. ചില ആൾക്കാര് കല്യാണം കഴിച്ചാലും കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് തന്നെ കല്യാണം കഴിക്കുന്നവരൊക്കെ. അത് കമ്പാനിയൻഷിപ്പിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പൊ അതിന് ഓരോ മനുഷ്യന്മാർക്ക് ഓരോ പ്രിഫറൻസ് ഉണ്ട്. ചിലർക്ക് ഇപ്പൊ മ്യൂസിക്കുമായിട്ട് അങ്ങനെ റിലേറ്റ് ചെയ്ത അവരുമായിട്ട് റിലേഷൻഷിപ്പിലാവാനായിരിക്കും താല്പര്യം. കാര്യം ഇപ്പം ഹൈലി ഇന്റലിജന്റ് ആണ്, ഇപ്പൊ നല്ല ചളിയൊക്കെ അടിക്കും മറ്റേ അടിക്കും, പക്ഷെ മ്യൂസിക്കിനെ കുറിച്ച് വലുതായിട്ടൊന്നും അറിയത്തില്ല. അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരുമായിരിക്കും. അത് പറയാൻ പറ്റില്ല, ഓരോരുത്തർക്കും പ്രിഫറൻസസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രിഫറൻസ് ആണ് ആ പുള്ളി വെച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. അതിലൊരു റോങ് ഇല്ല, റോങ് ഇല്ല, അത് നമ്മൾ പറയുന്നുണ്ട്. നമ്മള് ആ ഒരു യൂസ് ചെയ്ത ഒരു സംഭവം ഇല്ലേ, അതാണ് ഒരു അല്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോ ഇങ്ങനത്തെ പ്രിഫറൻസസ് ആണുങ്ങൾ വയ്ക്കുന്നത് കൊണ്ടായിരിക്കും കമന്റ്സിൽ ചിലപ്പം. എനിക്ക് തോന്നുന്നില്ല ഈ അപ്രോച്ചിന് വേണ്ടിയിട്ട് ഈ അപ്രോച്ച് കണ്ടിട്ട് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇങ്ങനെ പ്രിഫറൻസസ് ആണുങ്ങൾക്കും ഉണ്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇപ്പം. കാരണം ഇതൊരു റെയർ കേസ് അല്ലേ. അതെ, ഇതെന്ന് വെച്ചാൽ പബ്ലിക് ആയിട്ട് ഒരു സെലിബ്രിറ്റി വന്ന് പറയല്ലേ, ഇത് റെയർ കേസാണ് എന്ന് പറഞ്ഞാൽ ഒരു പയ്യൻ ഇങ്ങനെ ഒരു ടെസ്റ്റ് വെച്ചു, അതിൽ തോറ്റു, റിജക്ട് ചെയ്തു എന്നുള്ള ഒരു റെയർ കേസ് അല്ലേ. അപ്പോൾ ഇങ്ങനെയും നടക്കും, ആണുങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള ഒരു സാധനം, അതാണ് അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം ഈ സീതാ സ്വയംവരം ആ സംഭവമൊക്കെ ഇല്ലേ, അതൊക്കെ ഭയങ്കര ഒരു ഇതായിട്ടല്ലേ ആൾക്കാർ കാണുന്നത്. അപ്പം അത് ഒരു ടെസ്റ്റ് നടത്തിയിട്ടല്ല, ആ ടെസ്റ്റ് ആണുങ്ങൾക്കാണ് നടത്തുന്നത്. ആ പുരാണത്തിലൊന്നും അവരെഴുതി വെച്ചിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഇല്ല, എല്ലാ ആണുങ്ങൾക്കാണ് ടെസ്റ്റ്. അത് സ്വയം ഇങ്ങനെ ഒരു ടെസ്റ്റ് കൊണ്ടുവന്നു, മാറ്റം കൊണ്ടുവരാം. പക്ഷെ ഇന്റലിജൻസ് എന്ന് പറയുമ്പോഴേ അതൊരു വേറൊരു ടോപ്പിക്കാണ്. ഇപ്പം ഇങ്ങനെ ഒരു സാധനം മത്സരിച്ച് ഇപ്പം അത് കാരണം റിജക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മനുഷ്യന് ഒരു 2-3 ദിവസമെങ്കിലും പോകും. അതെ, ഇന്റലിജൻസ് എനിക്ക് കുറവാണോ എന്നുള്ള തോന്നലൊക്കെ വരും. പിന്നെ പുള്ളിക്കാരി അതിനെ വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പുള്ളിക്കാരെ അക്സെപ്റ്റ് ചെയ്ത് എനിക്ക് ഇന്റലിജൻസ് കുറവാണ് എന്നുള്ള രീതിയിലാണ് അക്സെപ്റ്റ് ചെയ്തത്. പക്ഷെ അങ്ങനെ കുറവായിരിക്കില്ല, അങ്ങേരായിട്ടുള്ള സ്കോറിൽ കുറവായിരിക്കും. ചിലപ്പോ അത് എന്ത് ആപ്ലിക്കേഷനാണ് എന്ത് ഗെയിം ആണെന്ന് അറിഞ്ഞൂടാ, ചിലപ്പോ സുഡോക്കോ ആയിരിക്കും ഗെയിം, അങ്ങനെ ആയിരിക്കും. പുള്ളിക്കാരിക്ക് ഇത്രയും ഒരു സ്റ്റേജിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഇതില് വന്ന് നിക്കണമെങ്കിൽ ഒരു ഐക്യം ഇല്ലാതെ പറ്റൂല. ഈ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ടിവിയിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രാക്ക് ചെയ്ത് അല്ലാതെ അല്ലെങ്കിൽ വല്ല അബദ്ധം പറ്റിയ ഇൻസ്റ്റഗ്രാമിൽ കൂടെ വൈറലായി, അല്ലാതെ ഓർഗാനിക് ആയിട്ട് നമ്മൾ വിചാരിച്ച് കണ്ടന്റ് ഒക്കെ എടുത്ത് അങ്ങനെ വൈറലായി ഈ ഒരു സ്റ്റേജിൽ എത്തുന്ന ആൾക്ക് ഒരു ഐക്യം വേണം. എങ്കിലേ ആ ഒരു സ്റ്റേജിൽ പാങ്കറായി ആ ഒരു മിടുക്ക് പുള്ളിക്കാരിക്ക് ഉണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ബുദ്ധിയില്ല,
അങ്ങനെയാണ് അതിൽ പറയുന്നത്. ആ കമന്റ്സിലൊക്കെ പറയുന്നത് പുള്ളിക്കാരിക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് റിജക്ട് ചെയ്തു, അങ്ങനത്തെ രീതിയിൽ പുള്ളിക്കാരിയെ ടാർണിഷ് ചെയ്താണ് കമന്റ്സിൽ എന്ന് വെച്ചാൽ അവരങ്ങ് സെലിബ്രേറ്റ് ചെയ്യും. അല്ല അതെനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാം എവിടെ ഏതാ ഒരു റീലിൽ എന്താണ് അങ്ങനെ കമന്റ്സ് വന്നത്. ഒരു റീലിൽ ആരാ അത് ഒഫീഷ്യൽ, അത് ചുമ്മാ ഇങ്ങനെ ഫാൻ പേജുകൾ ഇടണ അതിലാണ് കമന്റ്സ് വന്നത്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഹേറ്റ്നെസ് ഉള്ളവരായിരിക്കും അങ്ങനെ കമന്റ് ഇടുന്നത് തോന്നുന്നത്. കാര്യമൊക്കെ എടുക്കണ്ട. കുറച്ചുപേര് റിജക്ഷൻ ഒക്കെ ഇപ്പം പല കാരണങ്ങളിൽ കല്യാണത്തിൽ നിന്ന് റിജക്റ്റ് ആയവരൊക്കെ കാണൂല്ലേ, അപ്പൊ അവർക്കൊക്കെ ഒരു ഇത് കാണും, അപ്പൊ അവരതിൽ പറഞ്ഞതായിരിക്കും. അല്ല ഇത് പക്ഷെ ഒരു ഈ ഇപ്പൊ നമ്മുടെ ട്രഡീഷണൽ കല്യാണം എന്ന് പറയുന്ന സെറ്റപ്പിൽ വന്നുപോയ ഒരു സംഭവം അല്ലേ ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം ഒരു പ്രേമിച്ചോ ലവറോ അങ്ങനത്തെ ഒരു സെറ്റപ്പ് അങ്ങനത്തെ ഒരു സംഭവം ആയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ടെസ്റ്റ് സംഭവമൊക്കെ നടക്കും. അത് നമുക്കൊരു ഇഷ്ടം തോന്നിയിട്ടാണല്ലോ അവര് ഡേറ്റ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ അറേഞ്ച് മാരേജിൽ മറ്റേ പുള്ളിക്ക് അറിഞ്ഞൂടല്ലോ പുള്ളിക്കാരി എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് പെട്ടെന്ന് അറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ഇവിടെ ഉപയോഗിക്കേണ്ടി വന്നത്. അപ്പൊ രണ്ടുപേരും ടെസ്റ്റ് എഴുതണം, അങ്ങേരും ടെസ്റ്റ് എടുത്ത് കാണും. ഈ പുള്ളിക്കാരിയുടെ പ്രിഫറൻസ് എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പുള്ളിക്കാരന് ടെസ്റ്റ് എഴുതണ്ടേ? അതെ അത് കൊടുക്കണമായിരുന്നു. ഇത് മറ്റേ ഗേറ്റ് പരീക്ഷ പോലെ ഒരു ടെസ്റ്റ് പാസ്സായിട്ട് അങ്ങനെ അതിലോട്ട് കളക്കണം. പെണ്ണിന്റെ സൈഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് കൊടുക്കണം, ചെറുക്കന്റെ സൈഡിൽ നിന്ന് ഒരു ഇത് ഇങ്ങോട്ട് വാങ്ങിക്കണം, എന്നിട്ട് അവര് പരീക്ഷ എഴുതണം ഒത്തിരുന്ന്. ഇങ്ങനെ പരീക്ഷ എഴുതിയാല് നമുക്കൊന്നും പെണ്ണ് കിട്ടൂലെന്നല്ലേ പറയുന്നത്. പെണ്ണ് കിട്ടൂലെന്നല്ല, ഇപ്പം ഇങ്ങനെ കുറെ പ്രിഫറൻസസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഒരു നടക്കുന്നത്. ഈ രണ്ടുപേരും വന്ന് കാണുന്നത് തന്നെ അങ്ങനത്തെ കുറെ സെറ്റപ്പിലാണ്. ഇപ്പൊ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ ഒരു ആദ്യമേ ഒരു കണ്ട് സംസാരിക്കുക, പിന്നെ കുറച്ച് നാളെ ഇത്തിരി ഡേറ്റ് ചെയ്യുകയോ സംസാരിക്കുകയോ. പക്ഷെ ഈ ഡേറ്റിംഗ് എന്ന് പറയുന്ന സാധനം ഈ അറേഞ്ച്ഡ് മാരേജില് എനിക്ക് തോന്നിയിട്ടുള്ള പോസിബിൾ ആണോ എന്നുള്ളത്. കാര്യം ഇപ്പം ഒരു ഫിക്സ് ആയ മാത്രമാണ് ഡേറ്റ് ചെയ്യാൻ ഒരു സമ്മതം കൊടുക്കുന്നത്, ഓപ്ഷൻ ഉള്ളത്. രണ്ടുപേരും കണ്ട് ഇഷ്ടപ്പെട്ട കുറച്ച് നാൾ അവരൊന്ന് സംസാരിച്ച് അതും ഫാമിലി എല്ലാരും കൂടെ സമ്മതിച്ചാൽ മാത്രമേ അതെ നടക്കുള്ളൂ. ഞങ്ങൾക്കും ഓക്കെയാണ്, നിങ്ങൾക്കും ഓക്കെയാണ്. അപ്പൊ അത് ആ ഓക്കെ എന്ന് പറയുമ്പോ തന്നെ കല്യാണം ഏതാണ്ട് ഉറപ്പായി എന്നുള്ളൊരു സംഭവമാണ്. അതിനുശേഷമാണ് ഡേറ്റിംഗ് എന്നുള്ള സംഭവമൊക്കെ നടക്കുന്നത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു പോസിബിലിറ്റി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിനെക്കാട്ടി നല്ലത് മര്യാദയ്ക്ക് പ്രേമിക്കാൻ പോകുമോ അല്ലെങ്കിൽ അങ്ങനെ വല്ല കാര്യം ചെയ്യണതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ എന്തായാലും വീട്ടുകാരും കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രഷറും കൂടെ ഉണ്ട്. മറ്റേ വ്യസന സമേതം ആ സിനിമയിലൊക്കെ പുള്ളിക്കാരുടെ നടിയുടെ പേരെന്തോ അനശ്വര ഫിക്സ് ഒക്കെ ആയതിനു ശേഷമാണ് പുള്ളിക്കാരനെ പറ്റി കൂടുതൽ അറിയുന്നത്. അറിഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് നോ എന്ന് പറയുമ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടുകാർക്ക് പറ്റുന്നില്ല. അപ്പോ എനിക്ക് തോന്നുന്നില്ല ഈ പെണ്ണ് കാണാന് ശേഷമുള്ള ഡേറ്റിംഗ് എന്ന് പറയുന്നത് നടക്കണം. എന്നോട് സാധനം വരണമെങ്കിൽ ഫാമിലി അങ്ങനെ ഓപ്പൺ ആയിരിക്കണ്ടേ. അങ്ങനെ ഒരു സാധനം പെണ്ണ് കണ്ടിട്ട് ഇത് രണ്ടുപേർക്കും ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളൊന്ന് ഡേറ്റ് ചെയ്തിട്ട് അത് ഓക്കെ അല്ലെങ്കിൽ അവിടെ വെച്ച് നിർത്താനുള്ള രണ്ടാമതൊരു പെണ്ണാണല്ലോ ഇവിടെ നടക്കണം. അതൊരു ലിബറലിസം വരുമെന്ന് അറിയില്ല, വന്നാൽ കൊള്ളാമായിരുന്നു. എനിക്ക് അത് പോസിബിൾ പോസിബിൾ അല്ല, യാഥാസ്ഥിതിയിൽ പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. അറേഞ്ച്ഡ് മാരേജിൽ വരുമ്പോഴേ തന്നെ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഈ ഫാമിലി ഭയങ്കര രീതിയിൽ ഇടപെടലുണ്ട്. അതിന്റെ ഇടയിൽ ഇപ്പൊ ഉറപ്പിച്ചൊരു കല്യാണം ഇപ്പൊ എന്തെങ്കിലും വഴക്കോ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് അത് വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ അവരിടപെട്ട് അതൊന്നും കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ ശരിയാവുന്നുള്ള രീതിയിൽ അത് പറയാൻ കാര്യം വെച്ചാൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് UAE ഒരു പുള്ളിക്കാരി ആത്മഹത്യ ചെയ്തു. പുള്ളിക്കാരി പറയുന്നത് എല്ലായിടത്തും പറയുന്നത് ഹസ്ബൻഡ് കാരണമാണ് തൂങ്ങി മരിച്ചത്, അങ്ങനത്തെ റീസൺസ് ഒക്കെയാണ് പറയുന്നത്. പക്ഷെ ദുബായ് പോലീസ് അവര് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ അല്ല, പുള്ളിക്കാരൻ നിരപരാധി എന്നാണ് പറയുന്നത്. ഇവരുടെ ഈ വീട്ടുകാരുടെ ഒരു ഇന്റർവ്യൂ ഒക്കെ നാട്ടില് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പുള്ളിക്കാരുടെ അച്ഛൻ പറയണത് എന്തോ ഇങ്ങനെ എൻഗേജ്മെന്റിന്റെ സമയത്ത് തന്നെ ഈ പുള്ളി വെള്ളം അടിക്കുക അങ്ങനെ എന്തോ ഇതൊക്കെ ഉണ്ടായ റോങ് ആയിട്ടുള്ളതൊക്കെ അറിയായിരുന്നു. പിന്നെ കല്യാണം എങ്ങനെയും കഴിക്കട്ടെ എന്നുള്ള രീതിയിൽ കഴിപ്പിച്ചതാണ്. അപ്പൊ അവിടെയാണ് കല്യാണം കഴിക്കാൻ വന്നപ്പോഴും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കല്യാണാലോചന കഴിഞ്ഞ് ഒരു യെസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്ഷൻ ടു സേ നോ എന്ന് പറയുന്ന സാധനം ഇല്ല. യെസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് യെസ് തന്നെ ആയിരിക്കും. നോ പറയണമെങ്കിൽ അതിന് ഭയങ്കര ഒരു റീസൺ വേണം.
ചിലപ്പോ ഒരു ആദ്യം യെസ് പറഞ്ഞു, ആദ്യം ഒരു ഇതുണ്ടായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പോയി. അവരൊരു പ്രധാനപ്പെട്ട ഒരു ഇവന്റിൽ വരുമ്പോ തന്നെ നല്ല രീതിയിൽ വെള്ളം ഒടിച്ചിട്ട് പറഞ്ഞയാണെങ്കിൽ നോ എന്ന് വെച്ചാൽ അവർക്ക് അതില്ലാതെ പറ്റൂലെന്നാണ് അതിന്റെ അർത്ഥം. മദ്യമില്ലാതെ അഡിക്റ്റഡ് ആണെന്നാണ് അതിന്റെ അർത്ഥം. അതൊരു സ്ട്രോങ് റീസൺ ആണ്. അതൊരു സ്ട്രോങ് റീസൺ ആണ്. ഇത് മാരേജ് കോൾ ഓഫ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. അതെ, പക്ഷെ അതുപോലും അതിനൊരു നോ പറയാൻ പോലും ഇവിടത്തെ ഒരു സൊസൈറ്റിക്ക് പറ്റുന്നില്ല. സോഷ്യൽ പ്രഷറാണ്, പറ്റുന്നില്ല. കാരണം ഇത് കോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബന്ധുക്കൾ എന്ത് വിചാരിക്കും, അങ്ങനത്തെ ഒരു ഇതല്ലേ, മോശം, നാണക്കേട്, ഓരോ കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുള്ള പേടിയൊക്കെ കാണുമായിരിക്കും. അതെ, പക്ഷെ ഇങ്ങനെ ചെയ്തിട്ട് നോ പറയുന്നവരുണ്ട് കേട്ടോ. ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടും പറ്റൂലെന്ന് തോന്നിയിട്ട് നോ പറഞ്ഞ് ക്യാൻസൽ ആയ സംഭവങ്ങളും ഉണ്ട്. പക്ഷെ കുറവാണ്. അതെ, ഈ സൊസൈറ്റൽ പ്രഷറൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. ഈ നോ എന്ന് പറയുന്ന സംഭവത്തിന് എനിക്ക് തോന്നിയിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ ഒരു ഭയങ്കര ഒരു പ്രശ്നമാണ്. ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും യെസ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നോ പറയണത്, അക്സെപ്റ്റ് ചെയ്യണത് പാടാണ്. ഇപ്പോ ചില സമയങ്ങളിൽ നമുക്ക് നോ പറയാൻ തോന്നും. നോ പറയേണ്ടത് പേഴ്സണൽ ഇതായിരിക്കും, പറ്റില്ല എന്ന് എനിക്ക് തോന്നി എന്നുള്ളൊരു സാധനം പറയുന്നു. ആ നോ അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഭയങ്കര പാടാണ്. എടുക്കാൻ പാടാണ്. റിജക്ഷൻ എടുക്കാൻ പാടാണ്. റിജക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ ഭയങ്കര ടാബു ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഇപ്പൊ എന്തിനായാലും, ഇപ്പം റിലേഷൻഷിപ്പിലായാലും, അച്ഛനും അമ്മയാണെങ്കിൽ പോലും, അച്ഛനും അമ്മയുടെ കാര്യത്തിലാണെങ്കിൽ പോലും അച്ഛനും അമ്മയെ സെലക്ട് ചെയ്യണം, എന്തായാലും സെലക്ട് ചെയ്താലേ പറ്റൂ. അതിന് നമ്മൾ നോ എന്ന് പറയണത് പോലും അതുപോലെ അവർക്ക് മനസ്സിലെടുക്കാൻ വിഷമമാണ്. റിജക്ഷൻ അല്ലെങ്കിൽ നോ എന്ന് പറയുന്ന സാധനം ഭയങ്കര റൂഡായിട്ടാണ് നമ്മുടെ സൊസൈറ്റി കാണുന്നത്. സംടൈംസ് വി ഹാവ് ടു സേ നോ. പിന്നല്ലേ ഇതിൽ നോ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ആണുങ്ങളാണ്. കൂടുതലായിട്ട് റിജക്ഷനും കാര്യങ്ങളും കിട്ടുന്നത് ആണുങ്ങൾക്കാണ്. അതാണ് തിരിഞ്ഞൊരു ഇത് വന്നപ്പോൾ ആ ഒരു ഈ റിജക്ഷൻ അല്ല, ഈ നോയ്ക്ക് സെലിബ്രേറ്റഡ് ആവാനും അതൊരു വിഷയമാക്കി എടുക്കാനും അത് ചർച്ചയാവാനും നമ്മളിപ്പം സംസാരിക്കുന്നതും അതൊരു റെയർ കേസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു നമ്മളെ സോ കോൾഡ് ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ഒക്കെ വെച്ച് നോക്കുമ്പം പുള്ളിക്കാരിയെ പോലെ ഒരാളിന്റെ അടുത്ത്, പുള്ളിക്കാരി ബ്യൂട്ടിഫുൾ ആണ്. അതാ പുള്ളിക്കാരിയുടെ ആളിന്റെ അടുത്ത് നോ എന്ന് പറയുന്നതുണ്ടല്ലോ, പുള്ളിക്കാരിയെ റിജക്ട് ചെയ്യണത് ഒരു വലിയ സാധനമാണ്. തിരിച്ചാണ് വരേണ്ടത്. അവര് എസ് എന്ന് പറയാൻ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് സാധാരണഗതിയിൽ കൂടുതൽ. അത് അങ്ങനെയാണ് തോന്നണം. അപ്പോഴേ അതൊരു റെയർ കേസാണ്. അതാണ് ഇത്രയും ഒരു ചർച്ച വന്നത്. പുള്ളിക്കാരൻ ചൂസ് ചെയ്ത് ബ്യൂട്ടി ഓവർ ഇന്റലിജൻസ് അത് പുള്ളിക്കാരൻ ചെയ്തത് ശരിയായിട്ടുള്ള കാര്യം തന്നെ. പക്ഷെ അത് തെരഞ്ഞെടുത്ത രീതി ശരിയല്ല, നമുക്ക് ശരിയല്ലെന്ന് തോന്നുന്നു, നമുക്ക് തോന്നുന്നതാണ്. ചിലപ്പോ കാണുന്നവർക്ക് ചിലപ്പോ ഇത് അക്സെപ്റ്റബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് കമന്റിൽ അറിയിക്കുക. നമ്മൾ പറഞ്ഞതിനോടുള്ള വിയോജിപ്പോ അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കമന്റിൽ അറിയിക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. സപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഒപ്പീനിയൻ പറയാം അല്ലേ? ഒപ്പീനിയൻ പറയാം. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് ഈ ഒരു വിഷയത്തിനെ പറ്റി? എല്ലാവരും നാളെ തൊട്ട് ഇന്റലിജൻസ് ടെസ്റ്റുമായിട്ട് കൊണ്ടുപോകണം. IQ ടെസ്റ്റ് നമ്മുടെ ഒരു 3 പേരുടെ അഭിപ്രായം, ആ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് പാസ്സായാലേ ആ ഒരു റിജക്ഷൻ ഉണ്ടല്ലോ അവിടെ വെച്ചത് അത് ശരി, ഇറ്റ്സ് നോട്ട് ഓക്കെ എന്ന് ധന്യ വർമ്മ പറഞ്ഞത് ഓക്കെ ആണ് എന്ന് തോന്നുന്നു. എനിക്ക് ആ പുള്ളിക്കാരി ഈ നോട്ട് ഓക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഞാൻ ആദ്യം കേട്ടത്, എനിക്ക് തോന്നുന്നത്, കണ്ടതിൽ എനിക്ക് തോന്നുന്നത് ഈ ഇന്റലിജൻസ് പുള്ളിക്കാരെ പ്രിഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴേ അപ്പോഴേ നോ പറഞ്ഞു, നോ എന്ന് പറഞ്ഞതുപോലെ തോന്നി. അപ്പൊ അതാണെങ്കിൽ ശരിയാണ്. അല്ല, ഇപ്പൊ ധന്യവർമ്മക്കെതിരെ കുറച്ച് ഇത് വരുന്നുണ്ട്. കാര്യം പുള്ളിക്കാരി ഇങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ടിട്ട് പുള്ളിക്കാരിയുടെ സംഭവം ഗസ്റ്റിനെ ഒന്ന് എന്തിനാണ് ഇത് ചെയ്യുന്നത്, അവരുടെ ഉള്ളിലുള്ളത് പുറത്തെടുക്കാൻ. പുള്ളിക്കാരി ഒരു സൈക്കോളജിസ്റ്റ് പോലെ, ഒരു തെറാപ്പിസ്റ്റ് പോലെ ഒരു ഇന്റർവ്യൂല് ഒരു സെക്ഷൻ പോലെ ഇങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെയാണ് ബുണ്ണി വ്ളോഗ്സും പറഞ്ഞത്. എനിക്ക് പക്ഷെ തെറാപ്പി സെഷനെ കാട്ടി ഭയങ്കര പോസിറ്റിവിറ്റി, ഓവർ പോസിറ്റിവിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുള്ളിക്കാരിയുടെ ഇന്റർവ്യൂ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഇതൊരു ഡിസ്കഷനിൽ നമ്മളെപ്പോഴും അപ്പുറത്തെ ആളിനെ കംഫർട്ട് സോൺ ആക്കണം. പക്ഷെ നമ്മളെപ്പോഴും ഇങ്ങനെ ഈ യെസ് മാൻ ആവുന്ന ഒരു രീതി ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടെ നമുക്ക് അപ്പുറത്തെ ആൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ ബ്രേക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും, ഇങ്ങനെ ഒരു ഈ രണ്ടുപേരുടെ ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം.
അതായിരിക്കും ഒരു പ്രോപ്പർ ഡിസ്കഷൻ. പുള്ളിക്കാരി ഇന്റർവ്യൂ ധന്യ വർമ്മ എന്ന് പറഞ്ഞൊരു ഇന്റർവ്യൂവർ ഇത്തിരി ബ്രാൻഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ ഇന്റർവ്യൂവിൽ പോകണം എന്നുള്ള ആഗ്രഹമുള്ളവർ ഒരുപാട് പേരുണ്ട്. കാരണം അത്രയും മറ്റേ വ്യൂവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുള്ളിക്കാരിയുടെ ഇപ്പൊ വെറും വർഷം ആയിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നു. പുള്ളിക്കാരി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിലാണ് വന്ന് പറഞ്ഞത്. അപ്പോഴ് കൂടുതൽ ഇതിൽ പറഞ്ഞ ഒരു കൂടുതൽ പേഴ്സണൽ കാര്യങ്ങളാണ് ചർച്ച ചെയ്യണത്. എനിക്കോണം അതാണെന്ന് തോന്നുന്നു ആ ഒരു മാർക്കറ്റിൽ ഒരു നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിയുടെ ഇന്റർവ്യൂക്ക് ഉണ്ട്. അല്ല, എനിക്കൊരു മെഡിറ്റേഷൻ വൈബ് പോലെ തോന്നണം. മറ്റേ ഇങ്ങനെ സ്വാമിമാരൊക്കെ ഇങ്ങനെ ആടുമല്ലോ, അതുപോലത്തെ ഒരു വൈബാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതെനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. ഞാനും ആ ഇന്റർവ്യൂ അങ്ങനെ കാണാറില്ല. ഇങ്ങനത്തെ വല്ല സാരി ഒരു ക്ലിപ്പോ അങ്ങനത്തെ കാര്യങ്ങളാണ് കാണാറുള്ളൂ. പിന്നെ നമുക്കൊരു കണ്ടന്റ് അല്ലേ, നമ്മുടെ വ്യൂസിന് വേണ്ടി ഇങ്ങനെയുള്ളതൊക്കെ എടുക്കും. ഗോപാലൻ എടുക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ അഭിപ്രായം? നിങ്ങൾ നിങ്ങൾക്ക് ആ ഇന്റർവ്യൂ എന്തായാലും ഒരുപാട് പേര് കണ്ടു കാണും. അപ്പോഴ് നിങ്ങൾക്ക് ആ ഇന്റർവ്യൂ കണ്ടിട്ട് എങ്ങനെയാണ് തോന്നിയത്? ഉണ്ണി വ്ളോഗ്സ് പറഞ്ഞതിന് അതാണോ അതിലോട്ടാണോ യോജിക്കുന്നത്? അത് നമ്മൾ പറഞ്ഞതാണോ? നമ്മൾ പറഞ്ഞ ആ ഒരു പോയിന്റ്, ആ ഒരു ടെസ്റ്റ് IQ ടെസ്റ്റ് വെച്ചത് ഓക്കെ അല്ല എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ അത് സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു ടെസ്റ്റ് വെച്ചത് അത് റോങ് ആയിട്ട് തോന്നി. അത് നമ്മുടെ അടുത്താണ് വെച്ചെങ്കിലും നമുക്ക് കേട്ടാവും, ഈഗോ ഹർട്ട് ആവും. അപ്പോഴങ്ങനെയാണ് അതൊരു റോങ് ആയിട്ട് തോന്നി. അപ്പോഴേ എല്ലാവർക്കും അങ്ങനെ തോന്നൂല. അപ്പോഴ് നിങ്ങളെ അഭിപ്രായങ്ങളുടെ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ പെണ്ണ് കാണലിന് പോയപ്പോൾ ഏത് ടെസ്റ്റാണ് നടത്തുന്നത് ഉദ്ദേശിക്കുന്നത്? പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് സംഭവം നടന്നെന്നുള്ളതൊക്കെ. ഇനി ഒരു പാർട്ട്ണറിനെ തേടുമ്പോ നിങ്ങളെ എങ്ങനെയാണ് നിങ്ങളുടെ പ്രിഫറൻസ് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നോക്കൂ, അതോ IQ ടെസ്റ്റ് നടത്തൂ, അങ്ങനെ എന്തെങ്കിലും? ആ പുള്ളി ചിലപ്പോ മറ്റേ ഹെറ് പോലെ വല്ലോ AI കമ്പാനിയൻ വല്ലോ ആയിരിക്കും ഓഫർ ചെയ്യുന്നത്. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ എൻഡ് ചെയ്തല്ല. അപ്പോ അടുത്തൊരു എപ്പിസോഡിലേക്ക് കാണുമ്പോഴേക്കും ബൈ.